ஓகேண்ணே. என்னாச்சு? நீ சொன்ன மாதிரி சூர்யா ஃபினிஷ் பண்ண நான் ஏற்பாடு பண்ண ஆளு இப்ப இங்க வருவான். அவன் ஆள் எப்படி? 5 கொலை பண்ணிருக்காரு. அவரை ஏத்து சாட்சி சொல்ல ஒருத்தன் கூட இல்ல. சொன்னபடி செய்வான். அவர் பேர் சிங்கம், அம்பத்தூர் சிங்கம். வணக்கண்ணே. இவருதான் நான் சொன்ன முத்து. நம்ம வேலை என்ன? வாங்க. நான் மட்டும் போதும். வாங்க. நான் சொல்லல, அவன் தான் அந்த ஆளு. என் கையையும் காலையும் உடைச்சு என்ன இந்த நிலைக்கு ஆளாக்குனது அவன் தான். க்ளோஸ் பண்ணட்டுமா? வேண்டாம். ஆனா அவன் நடக்க கூடாது. தலைவர் நீங்களா? வணக்கம் தலைவா. நான் இங்க சும்மா வந்தேன். இது லைப்ரரி தானே? ஏதாவது புக் எடுத்துட்டு போகலாம்னு நினைச்சேன். படம் பார்க்கறதுக்கு. உதச்சாச்சா? போயா. அவர் யாருன்னு நினைச்சேன். அவர் பயங்கரமான ஆளடா. அவர்கிட்ட மோதாது. உனக்கு உயிர் கிடைச்சதே புண்ணியடா. வேலைச்சாமி வண்டி ஏறா. இந்த ஆளு இந்த கொட்டேஷன் நமக்கு பத்தாதடா. சீக்கிரம் வண்டியில ஏறா. சிவா, என்ன மன்னிச்சிரு சிவா. இப்போ நம்மளை விட பயங்கரமான ஒருத்தன் நம்ம காலேஜுக்கு வந்திருக்கான். இதோ இங்க பாரு சிவா, என்ன இந்த நிலைமைக்கு ஆளாக்குனது அவன் தான். யாரு? சூர்யா. உனக்கு ரெபலா சாட்சி சொன்னால அந்த சூர்யா. இப்படியே போனா அந்த மலையாளத்தான் நம்ம காலேஜ்ல பெரிய ஹீரோ ஆயிடுவான். அதனால இனிமே நம்ம 2 பேரும் ஒன்னா சேரணும் சிவா. ஆனா அந்த சூர்யாவை சும்மா விடக்கூடாது. அவனை ஏதாவது பண்ணிடு சிவா. ஸ்ட்ராங் ஆயிட்டு போறடி. அதுல 2 முடி. ഇവിടെ എന്താ വേണ്ടത്? സൂര്യ, നീ എന്താ ഇവിടെ? ഈ കോളേജിൽ നിന്നെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ സപ്ലയർ ആയിട്ട് ജോയിൻ ചെയ്തു, പാർട്ട് ടൈം. ഇതെന്താ ഈ രൂപത്തില്? എപ്പോഴും അടി നടക്കണ സ്ഥലമല്ലേ. വേറെ രൂപത്തിലാവണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ രൂപത്തിലായത്. ഒരു സേഫ്റ്റിക്ക്. നിനക്കെന്താ വേണ്ടത്? ചായ. ഒരു സ്പെഷ്യൽ ചായ ഈശി പൂശി. മണ്ണുണ്ണി, സോറി. ഇനി ഞാൻ തന്നെ ഒരിക്കലും മണ്ണുണ്ണി എന്ന് വിളിക്കില്ല. തനിക്ക് ചേരുന്ന പേര് സൂര്യൻ തന്നെയാ. സൂര്യനാരായണ വർമ്മ. പവർഫുൾ നെയിമാ. ആക്ച്വലി താൻ ആരാ? താനല്ലേ ആ മുത്തുവിന്റെ കൈയും കാലും തല്ലി ഓടിച്ചത്? നീ അവിടെ ആരുടെ വായി നോക്കി നിൽക്കുവാ? ദേ അവിടെ ഒരു കസേര കളി നടക്കണ കണ്ട കണ്ട കണ്ട. തന്നെ കണ്ടപ്പോ എന്തിനാ മുത്തു കൊണ്ടുവന്ന ആരോടി ഭയന്നോടിയത്? എനിക്കറിയില്ല.
ആഹാ, അങ്ങനെ പറഞ്ഞങ്ങ് ഒഴിയാൻ നോക്കിയാലോ? എല്ലാം തുറന്ന് പറയിച്ചിട്ടേ തന്നെ ഞാൻ വിടും. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒന്നുകിൽ താൻ ഒരു പൊറുക്കി, അല്ലെങ്കിൽ ഗുണ്ട, അതും അല്ലെങ്കിൽ you're a criminal. Stop it! Please, leave me alone. Leave me alone, please. Out. Out! ஏய் சிவா, உன் தங்கச்சியை அந்த சூர்யா ரொம்ப மிரட்டிட்டு இருக்காண்டா. നിനക്ക് മെക്കിട്ടാറാൻ പറ്റിയ ഒരുപാട് ചെറുക്കന്മാരുണ്ടാവും ഈ കോളേജില്. മേലാൽ എന്റെ അടുത്ത് കിന്നരിക്കാൻ വന്നാലുണ്ടല്ലോ. இப்படி எல்லாம் மிரட்டினா நான் ஒன்றும் பயப்பட மாட்டேன். இந்த காலேஜ் ஹீரோ சிவாவோட சிஸ்டர் நான் தெரியும்ல. ஐயோ சோக்கடிச்சு. വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞോട്ടെ, നീ ഒന്ന് പറയണ്ടടാ. ശിവ വേണ്ട വേണ്ട. ശിവ അയ്യോ പ്ലീസ്, എന്തോ ഉണ്ടായിരുന്നു കേക്ക്. അതെ, ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ട കൊള്ളണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് കൊണ്ട് അയ്യോ, അത് കണ്ടാ മുത്തച്ചാ.
നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? ഇത്തിരി നാളെ ആയുള്ളൂ മനസമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്? ഇങ്ങനെ ഒരു തല്ലുണ്ടാക്കുന്നതിന് മുൻപ് നിനക്ക് ഞങ്ങളെ കുറിച്ചൊന്നും ഓർക്കായിരുന്നില്ലേ? അവസാന ശ്വാസം വരെ ജീവനോട് കാണണമെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞ് പലവട്ടം ഒഴിഞ്ഞു മാറിയതാ. ചെയ്തു പോയി. ഇവൻ 2 മേടിച്ചിട്ടാ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ അർത്ഥമുണ്ടായിരുന്നു. ഇവൻ 2 കൊടുത്തിട്ട് വരുമ്പോ മാലയിട്ട് വേണമായിരുന്നു സ്വീകരിക്കാൻ. പിന്നെ അടിയും പിടിയും ഒക്കെ ഞങ്ങൾ ക്ഷത്രിയന്മാരുടെ ജാതകത്തിലുള്ളതാ. ക്ഷത്രിയന്മാർക്ക് മാത്രം, മറ്റൊരു മിണ്ടരുത്. ജാതിക്കും. അച്ഛനാണെന്ന് ഓർക്കില്ല ഞാൻ. അയ്യോ, എന്തായി മാധവ? யாருக்கும் சீரியஸாக இன்ஜுரிஸ் எல்லாம் ஒன்றும் இல்லை. ஆனால் அந்த சிவாவோட பேக்ரவுண்ட் அவ்வளோ சாதாரணமானது இல்லை. அவள் அப்பா பார்சாரதி பெரிய பொலிட்டிக்கல் கிங் மேக்கர். அவருக்கு மெட்ராஸில் எவ்வளவு இன்ஃப்ளூயன்ஸ் இருக்குது தெரியுமா? அவனுடைய பிரதர் திருநெல்வேலியில் கலெக்டர், இன்னொரு பிரதர் போலீஸ் சர்க்கிள் இன்ஸ்பெக்டர், 1ஆம் நம்பர் பொறுக்கி. அவருடைய தாய் மாமா ஒரு மினிஸ்டர். நம்ம தம்பி உயிரோட இருக்கணும்னா அவனை எங்கேயாவது போய் சொல்லுங்க ப்ளீஸ். சீக்கிரம் உள்ள போ ப்ளീസ്. എന്തിന്? ഞാൻ അവരോട് സംസാരിക്കാം. ഉണ്ണി, മോനെ. ദാ, ദേ, ദൈവത്തെ ഓർത്ത് നീ പുറത്തേക്ക് വരരുത്. ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടായാലും പറ സമാധാനിപ്പിച്ചോളാം. വാ. ഉണ്ണി, ഇതാ ശത്രുവിന്റെ കഴുത്തു നോക്കി വെട്ട. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. இவன் தானே சூர்யா? ஆமாப்பா, இவன் தான் சூர்யா. സാർ, தப்பு என் பையன் கிட்ட மன்னிச்சிரு சூர்யா. டேய் அப்பா, மன்னிப்பு கேள்றா. തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി, സോറി ഫോർ എവറിത്തിങ്. நீ ஆம்பளை, உன்னை எனக்கு ரொம்ப பிடிச்சு போச்சு. உங்க பையன் ரொம்ப நல்லவங்க. என் பொண்ணோட உயிரை காப்பாத்துற தேவன் தான். இப்படி ஒரு புள்ள பெற்றதுக்கு நீங்க ரொம்ப பெருமைப்படணும். പെറ്റത് അയാളല്ല, എന്റെ മോളാ. ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങളാ പെറുന്നത്. பெரியவர் யாரு? ഐ എം ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഇപ്പൊ രാജഭരണമാണെങ്കിൽ ഈ നാട് ഭരിക്കേണ്ട രാജാവാണ്. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അല്ലെങ്കിൽ പോട്ടെ. ശിവ, സോറി. ഏയ്, நாங்க கேட்டதுக்கு நீங்க பதில் சொல்லலையே. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരാണെന്ന്. പിന്നെ ഈ തുണി എടുത്ത് വെച്ചപ്പോ ഞാൻ കരുതി തുണിക്കച്ചവടക്കാരാണെന്ന്. ഇപ്പം മനസ്സിലായി കല്യാണമാണ് കച്ചവടമെന്ന്. അതിപ്പോ പെട്ടെന്ന് അവന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ திடீர்னு வேணும்னு யார் சொன்னது? டேட் ஃபிக்ஸ் பண்ணா போதுமே. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. கல்யாணம் കഴിഞ്ഞാലും പഠിക്കാമല്ലോ. എവിടെ കല്യാണം കഴിഞ്ഞൊന്നും പഠിപ്പ് നടക്കില്ല. ഫുൾ ടൈം ഹോംവർക്കും പ്രാക്ടിക്കലും ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വരുമാനമില്ലാതെ കല്യാണം കഴിഞ്ഞ് അവളെ കൊണ്ട് തെണ്ടു അമ്മേ എന്നും വിളിച്ചു. அது இந்த மദ്രാസിൽ എന്ത് பில்டிங் வேணும்னு சொல்லுங்க, அந்த பில்டிங் சூர்யா பேருக்கு ரெஜிஸ்டர் பண்ணி தரோம். എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തെണ്ടാനോ? இல்ல சூர்யாவுக்கு ஏதாவது பிசினஸ் பண்ணுமா? அதுக்கு ஏற்பாடு பண்றோம். എന്തിന് ബിസിനസ് നടത്തി പൊളിയാനോ? இல்லனா பையனுக்கு பாலிடிக்ஸ்ல இன்ட்ரெஸ்ட் இருக்கா? அடுத்த எலெக்ஷன்ல சீட் வாங்கி கொடுத்துடலாம். എന്തിന് ഇലക്ഷൻ എന്ന് തോക്കാനോ? மிண்டாரிக்கிட்ட எடுத்து சொல்லுங்கப்பா. എന്താ മേനോനെ, ഫിക്സ് பண்ணலாம்ல? അത് അവനോട് ചോദിക്കാതെ. என்ன மேனோனே, பசங்க 2 பேரும் இஷ்டப்படுறாங்க. சீக்கிரம் கல்யாணம் நடத்த வேண்டியது நம்ம பொறுப்பு தானே. கை கொடுங்க.
சூர்யாப்பா. நாங்க பெரியவங்க எல்லாம் சேர்ந்து ஒரு முடிவு எடுத்திருக்கோம். எல்லாம் அப்பா சொல்லுவாரு. എന്താച്ചാ എന്തിനാ അവര് വന്നേ? ഒരു പഴക്കട മുഴുവൻ കൊണ്ടുവന്ന് സ്വാധീനിച്ച് നിന്റെ കല്യാണം ഉറപ്പിച്ച ചടങ്ങാ കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞാ പിന്നെ എല്ലാം തീർന്നു. കുതിച്ചു പായുന്ന പടക്കുതിരയെ പിടിച്ച് തൊഴുത്തിക്കെട്ടിയ അവസ്ഥയാവും. വെറുതെ മടമടാന്ന് ചാണകം ഇട്ടോണ്ട് നിൽക്കേണ്ടി വരും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ? നീയും ആ സാരഥിയുടെ മോള് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോ. ഇഷ്ടത്തിലാണോ? ആര് പറഞ്ഞു? മേന്നെ ആ കുട്ടി വെറുതെ നുണ പറഞ്ഞതാണെങ്കിലോ? ആണെങ്കിലും അല്ലെങ്കിലും അതേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്രയും നല്ലൊരു ബന്ധം ഇനി നിന്റെ ജീവിതത്തിൽ കിട്ടിയെന്ന് വേണ്ട, കിട്ടണ്ട. അച്ഛൻ അറിയാവുന്നതല്ലേ എല്ലാം. എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ. എന്നിട്ടും എന്തിനെങ്ങനെയൊക്കെ? മോനെ, നീ ഇപ്പോഴും പഴയതൊന്നും മറക്കാൻ എനിക്ക് കഴിയുന്നിട്ടാ. മോനെ, നീ ഇതെങ്ങോട്ടാ? എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞോളെ എനിക്കൊന്ന് കാണണം. എന്റെ നോട്ടത്തിലോ ഭാവത്തിലോ എപ്പോഴെങ്കിലും തന്നോട് എനിക്ക് ഇഷ്ടമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? പിന്നെന്തിനാണ് താൻ തന്റെ വീട്ടുകാരെന്റെ വീട്ടിലേക്ക് അയച്ചത്? എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ താൻ എന്നെ ഇഷ്ടപ്പെട്ടത്? എന്തിനാണ് ഞങ്ങൾ കേരളം വിട്ട് ഈ നഗരത്തിൽ വന്നതെന്നറിയോ? എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഇപ്പോഴത്തെ സൂര്യനാരായണ വർമ്മയല്ല ഞാൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. മുത്തശ്ശ, എന്റെ കൊച്ചുമോൻ മലബാറും പിടിച്ചടക്കി. അവരിനി മഹാരാജാവല്ല, ചക്രവർത്തിയാ, ചക്രവർത്തി. അമ്മേ, ഒരു സന്തോഷ വർത്താനുണ്ട്. അമ്മയുടെ അച്ഛന് ഭ്രാന്തായിട്ടാ. ഊളമറൽ നമ്പർ എടുത്താ. കുതിരയോടെ മുത്തശ്ശ എവിടെ? കൊടിമരവും പടയാളികളും കുതിരകളും. കുതിരയെ തൊഴുത്തിലൊരു എരുമ നിപ്പുണ്ട്, വിളിക്കട്ടെ? മലബാർ ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നം നോക്കി സ്വപ്നം. വെളുപ്പിന് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന. എന്തായാലും നീ ഇന്ന് കോളേജ് ഇലക്ഷൻ ജയിക്കും. സത്യം. അത് പല്ലിയല്ല, ഫോണാ. ഹലോ. അച്ഛാ. ഗുഡ് മോർണിംഗ് മോളെ. അവ എണീറ്റോടി? എണീറ്റു ഞാൻ കൊടുക്കാം. ഉണ്ണീട്ടാ, ഡൽഹിന്ന് അച്ഛൻ. അച്ഛൻ ഈ നമ്പർ നിലവില്ല എന്ന് പറ. ചുമ്മാരി മുത്തശ്ശ, ഉറക്കം തെളിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി മൂത്രം വെച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ബെഡിലല്ലാട്ടോ. എന്നും പാമ്പും വേതാളോ ഷാക്കിയിലെയോ ഒക്കെയാ. ഇന്നാ നല്ലൊരു സ്വപ്നം കണ്ടത്. ഹലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു അച്ഛാ. മോനെ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. ഓ, പിന്നെയും താങ്ക് യു അച്ഛാ. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കണ്ട അച്ഛാ. ഉഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഉഴപ്പോ എന്ന് പറഞ്ഞ എന്താ അച്ഛാ? ഓക്കെ ഓക്കെ അച്ഛാ. അല്ല അച്ഛാ, മോനിവിടെ നന്നായിട്ട് പഠിക്കാന്ന ഡൽഹിയിലിരിക്കുന്ന അച്ഛന്റെ വിചാരം. അവൻ ഇവിടെ മുത്തച്ഛന്റെ കൂട്ടും കൂടി ജീവിതം പാഴാക്കാന്ന് അറിഞ്ഞ. എന്റെ കൂടെ കൂടിയാ ജീവിതം പാഴാകില്ലടി, നന്നാവുകയുള്ളൂ. ഇവന്റെ എല്ലാ ഉയർച്ചയുടെ ഉറവിടം ഞാനാണെന്ന് ഒരിക്കൽ നീയൊക്കെ പറയും. അതുവരെ മുത്തച്ഛൻ ജീവിച്ചിരിക്കുവോ? അറം പറ്റുന്ന വാക്കൊന്നും പറയാടി. മോനെ, വേഗം കുളിച്ച് ശുദ്ധിയാകൂ, നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. നിനക്ക് ഒരുപാട് ദൃഷ്ടിദോഷമുള്ളതാ, അതിനനുസരിച്ച് നേർച്ചകളും എനിക്കുണ്ട്. മുത്തശ്ശ, നേർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ തവണ പരീക്ഷ ജയിക്കാനായിട്ട് ഞാൻ മുത്തശ്ശനെ കൊണ്ട് 11 പ്രാവശ്യം ശയന പ്രതിഷ്ഠ ചെയ്യിക്കാൻ നേർന്നിരുന്നു ദേവീക്ഷേത്രത്തിൽ. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് വായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. അവന്റെ ഓരോ വഴിപാടുകൾ ഇനി മുതൽ ഞാൻ നേരും, നീ നടത്തും. ദൈവമേ, ബ്രേക്ക് കാണാനില്ല. ചവിട്ടിപ്പറിച്ചെടുക്കരുത്, ഞാനിതൊന്ന് കൊണ്ട് നടന്നോട്ടെ. മുത്തശ്ശൻ പോയി വഴിപാടിന് ചീട്ടെടുത്തിട്ടോ, ഞാൻ ഇവനെ തളച്ചിട്ട് വരാം. കാറിനെ ഞാൻ വിചാരിച്ചു ആനയാണെന്ന്. ഭഗവാനെ,
എന്റെ അമ്മോ ഒട്ടുക്കത്തെ ക്യൂ. രാജാവിനെന്ത് ക്യൂ? വഴിയൊരുക്കടാ. വന്നാലും മുൻപന്തയിൽ ഉത്തരവ്. ഇത്തിരി ഗ്യാപ്പ് എന്ന രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞേ ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കൂ. ക്യൂവിൽ നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും. എന്നോട് പറയരുത്, ക്യൂ എനിക്ക് അലർജിയാണ്, തലയുറ്റി വീഴും. കഷ്ടം. കഷ്ടോ? മാറി നിൽക്കടാ. സഹോദര, നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ പോയി നിൽക്കാൻ. സഹോദരി, ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു. മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം. കുറച്ച് വഴിപാടുകളുണ്ട്. ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ഭാഗ്യസൂക്തം, ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക് മതി. നാളെ പൂരിട്ടാതി പേരുണ്ണി. വേണ്ട, സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ. ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, പേരുണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാൽ മതി. ആളുടെ നാളേതാ? നാളെ പോരിട്ടാതി. ആ, ഒന്ന് വിട്ടുപോയി. ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമില്ല. വഴിമാറ. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ. പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടൂന്ന്? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വച്ചാ? ഊളം പാറയിൽ വെച്ച്. തനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട് വിടില്ല ഞാൻ. ദോ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണില്ല. വേഗം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ താൻ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നെ. നിർത്തണോ? തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? എന്താ കുട്ടിയെ? ഇയാള് കൊറേ നേരമായിട്ട് എന്നെ. എന്താടോ? ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കുന്നു. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ലോ. എന്ത്? അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടൂ. എന്ത് പോടർക്ക? നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയെന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്കുക. എടാ അതെ മുത്തശ്ശ. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാം അവക്കറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നേ? ഒരു സുന്ദരി മുത്തശ്ശ. ദാ വരണ കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടം കൊണ്ട് ഞാൻ ആ കുട്ടി കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. അയ്യോ. ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കെ. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഒരുപാട് ഇഷ്ടായി. ഇന്ന് നടന്ന വാശിയേറിയ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് സൂര്യനാരായണ വർമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വൈസ് ചെയർമാനായി ജനറൽ സെക്രട്ടറിയായി വിനേഷ് കുമാറും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച എന്റെ സുഹൃത്തുക്കളോട് എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്.
ന്യായമായ ഏതാവശ്യത്തിനും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ഉദാഹരണത്തിന് ബസ് കൺസെഷൻ പ്രോബ്ലം. വിദ്യാർത്ഥികളെ കണ്ട് നിർത്താതെ പോകുന്ന ബസ്സുകാർക്കെതിരെ, സർക്കാർ അനുവദിച്ചിട്ടുള്ള കൺസെഷൻ നൽകാത്തവർക്കെതിരെ നമ്മൾ ശക്തിയായി പ്രതികരിക്കും, നേരിടും. ഒരു മുതലാളിത്ത ശക്തിക്കും നമ്മളെ തടയാനാവില്ല. പിള്ളേരെ കേട്ടോ, നിന്നോടാരാ പറഞ്ഞേ? എടാ, ലക്ഷങ്ങൾ മുടക്കി ബസ് വാങ്ങിച്ചിട്ടിരിക്കുന്നത് ആരാന്റെ പിള്ളേരെ 25 വയസ്സേക്കും 50 വയസ്സേക്കും സ്കൂളിൽ കൊണ്ടാക്കാനല്ല. അല്ലെങ്കിൽ തന്നെ ഈ പഠിപ്പുള്ളവന്മാരെ എനിക്ക് എന്റെ കണ്ണിനെടുത്ത് കണ്ടുകൂടാ. ഈ ഞാൻ ഒരൊറ്റ ക്ലാസ് പഠിക്കാതെ ഈ നിലയിലെത്തിയത് അത് നിനക്കറിയാവോ? അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. നമുക്കും ഇല്ലേ സാറേ പിള്ളേര്. എന്റെ കുട്ടികളും ഈ ബസ്സിനെ ആശ്രയിച്ചാ സ്കൂളിൽ പോണത്. അതുകൊണ്ടാ പിന്നെ ഞങ്ങള് അത് കണ്ടോ, എന്റെ പെങ്ങടെ മോള അനന്തരവൾ ഡോക്ടറാകാൻ പഠിച്ചിട്ട് വരിക സ്വന്തം കാറിൽ. കാറുള്ളവർ മാത്രം പഠിച്ചാ മതി. നാളെ മുതൽ ഒറ്റ പിള്ളേരെ നമ്മുടെ ബസ്സിൽ കയറ്റി പോരുത്. അത് നടക്കില്ല മുതലാളി. എന്താ? പിള്ളേര് സമ്മതിക്കില്ല. ലോ കോളേജിലെ പുതിയ ചെയർമാന്റെ നേതൃത്വത്തിൽ കുറെ വിദ്യാർത്ഥികൾ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വാണി തന്നിരിക്കുക. പിള്ളേരെ കയറ്റില്ലെങ്കിൽ ബസ്സിലിട്ട് ഞങ്ങളെ കത്തിച്ചു കളയും. പിള്ളേരെ കയറ്റിയാൽ നിങ്ങളെ ഞാൻ കത്തിക്കും. പാലായിന്ന് കൊച്ചിക്ക് വരുമ്പോഴേ ഈ പ്രഭാകരന്റെ ഒരു പുണ്ണാക്കും ഇല്ലായിരുന്നു. ഒറ്റ ബസ്സിൽ തുടങ്ങിയതാ. ഒരുപാട് കാലം വളയം പിടിച്ചിട്ടാ ഈ 1:40 എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ആ താക്കോലിക്ക് തന്നെടാ, ഇങ്ങോട്ട് താടാ. അതെ, വേണ്ട മുതലാളി വേണ്ട. പോയി വണ്ടിയെ കേടാ. മുതലാളി ഞാൻ പറഞ്ഞ കേൾക്ക്. വേണ്ട വേണ്ട, ഓടാ. അയ്യോ, വേണ്ട മുതലാളി, ആ പിള്ളേര് കേറിക്കോട്ടെ. അവരുടെ ഓടി പഠിക്കട്ടാ. മുതലാളി, പിള്ളേരോടാണ് കളി. ഇനി എന്തൊക്കെ സംഭവിക്കുമാവോ? സ്റ്റുഡൻസിന്റെ അടുത്താണോടോ തന്റെ കളി? പൂത്താങ്കിരി. വണ്ടി വേണമെങ്കിൽ കോളേജിൽ നിർത്തോ. ഇതാ മുതലാളി ഞാൻ വേണ്ട വേണ്ട എന്ന് പലവട്ടം പറഞ്ഞത്. ഇമാതിരി ചവിട്ടന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. വല്ലതും പറ്റിയ എന്റെ മേക്കാവിലമ്മേ, അയ്യോയ്യോ, ഞാൻ എന്താ ഈ കാണുന്നത്? നിന്റെ ശരീരത്തിൽ രക്തം കയറ്റിയോടാ? എന്താ കയറ്റിയത് ക്ഷത്രിയ രക്തം അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞ് ക്ഷത്രിയ രക്തം തന്നെ കയറ്റണം. രക്തം കയറ്റാനായിട്ട് എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താ? ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? നമ്പറോ? ആ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയൊരു അഡ്ജസ്റ്റ്മെന്റാ. അല്ലെങ്കിൽ ആ കരിമ്പാറക്കാരൻ പൂത്താങ്കിരി എനിക്കെതിരെ കേസ് കൊടുക്കൂലേ വധശ്രമത്തിന്? നീ നിയമം പഠിക്കുന്ന വെറുതെ ആയില്ല. മൂത്തച്ഛനൊക്കെ പേടിച്ചു പോയോ? ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് ബസ് ഓടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ ബസ് ഓടിക്കും, ചിലപ്പോ മീൻ കൊണ്ടു നോക്കും. തനിക്ക് എന്നാണോ തന്നെ ഇവിടെ വിളിച്ചു വരുത്തതേ? ചേട്ടനെ തല്ലി അപ്പുറത്ത് എടുക്കുന്ന തെണ്ടിക്കെതിരെ കേസ് നടത്തി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാ. അവനാ ഇങ്ങേർക്കെതിരെ ആദ്യം കേസ് കൊടുത്തത്. ഇനി ഇങ്ങേർക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള വഴിയാ നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി സാക്ഷിയുടെ മൊഴി പോലെ ഇരിക്കും കേസിന്റെ വിധി. വല്യമ്മ, വേദന കുറവുണ്ടോ? ഞങ്ങളുടെ അനന്തരവള ഡോക്ടറാകാൻ പഠിക്കുക. മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം. ഇതിന് നിങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, തിരുമ്മിക്കണം. എടി മോളെ, എന്നെ ചവിട്ടിയാ തെണ്ടി ചുമ്മാ വന്ന് അപ്പുറത്ത് കിടപ്പുണ്ട്. നീ വല്ല വിഷവും കലക്കി അവന് കൊടുക്ക. ഒരു ജ്യൂസ് ആവല്ലേ? പാടില്ല. അടർക്കളത്തിൽ അടരാടി തളർന്ന ക്ഷത്രിയ യോദ്ധാവ് പഴച്ചാറ് കുടിക്കാൻ പാടില്ല. ഇളനീരേ കുടിക്കാവൂ, ഇളനീര്. മുത്തശ്ശൻ തെങ്ങേക്ക് 2 ഇളനീരിട്ടിട്ട് വാ. നീ ജ്യൂസ് കുടിച്ചോ. ഹായ്. അയ്യോ, എന്നെ കാണല്ലേ? അന്ന് അമ്പലത്തിൽ കണ്ട ആളല്ല ഞാൻ. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഭാഗ്യം, നമ്മളെ മനസ്സിലായില്ല. നിങ്ങളെ മനസ്സിലായി. ഇയാളുടെ അകന്ന ഫ്രണ്ട് അല്ലേ? എന്നെ മനസ്സിലായി, നിന്നെ മനസ്സിലായില്ല. നമ്മൾ പറ്റിച്ചു. നഴ്സാ,
അല്ല, മെഡിക്കൽ സ്റ്റുഡന്റാ. വല്ലൊക്കെ അറിയോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ? അയ്യോ എന്റെ കൊച്ചുമോൻ എന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയേ? അല്ല, തല്ല് കേസല്ലേ? പോലീസിൽ അറിയിച്ചോന്ന് ചോദിച്ചതാ. ഓ വെറുതെ ഭയചകിതനാക്കി എന്നെ? ഇതെന്താ കൊടിമരമോ? അല്ല, കുത്തമ്മീനാറാ. കുത്താനുള്ള അസുഖമൊന്നും എനിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് പേഷ്യന്റ് അല്ല. ഞാൻ യഥാർത്ഥ പേഷ്യന്റ് അല്ല. അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ റെക്കോർഡിൽ നിങ്ങൾ പേഷ്യന്റ് ആണ്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. അടുത്തിരിക്കുന്നവന്റെ കഴുത്തെ പിടിക്കാനുള്ള മരുന്നാണോ കയറ്റിയത്? സൂചി എന്റെ കുണ്ടിയുമേ തന്നെ ഫിക്സ് ചെയ്തൊന്ന് നോക്കും മുത്തശ്ശ. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ദൃക്സാക്ഷി ഉണ്ടെന്ന്. അത് ഇവൻ സാക്ഷി പറയും. പിന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞാൻ സാക്ഷി പറയില്ല. എന്താണോ കാര്യം? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ എന്നെ മുതലാളി ചെളി പുരണ്ട കൈ കൊണ്ട് തല്ലിയില്ലേ, അതെനിക്ക് ഫീൽ ചെയ്തു. എന്നാ ഞാൻ രാജിവെച്ചിരിക്കുന്നു. പോടാ പട്ടി. സാക്ഷി പറയാൻ എന്നോടെ ഈശി പൂശി. ഏതായി താടിക്കാരൻ? പഴക്കച്ചവടക്കാരനാണോ? അല്ല, എന്റെ പേര് കോമളൻ. മുഖം നോക്കാതെയാണോ പേരിട്ടത്? ഒരു സംശയം. എന്താ ഇവിടെ? ഇത്രയും കാലം കരിമ്പാറക്കാരുടെ മുമ്പിൽ പേടിച്ച് ഓച്ചാനിച്ച് നിന്നൊരു പാവം കണ്ടക്ടറാണ് ഞാൻ. ഇന്ന് സൂര്യയുടെ ചവിട്ട് കണ്ടപ്പോ ഞാൻ അവിടുത്തെ ജോലി രാജിവെച്ചു ഇവിടെ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? നമ്പാനുള്ള സാധനവുമായിട്ടാണ് എന്റെ വരവ്. ഈ പഴങ്ങളോ? പിന്നെ നാളെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ബസ് ഉടമകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പേ ബസ് ഉടമകൾക്കെതിരായി വിദ്യാർത്ഥികൾ സമരം ചെയ്യും. ജനാധിപത്യവും രാജഭരണവും തമ്മിലുള്ള വ്യത്യാസം ജനമൊന്നും മനസ്സിലാക്കട്ടെ. മോനെ പടയൊരുക്കൂ. നാളെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇവനെ മുൻനിർത്തി ജനജീവിതം സ്തംഭിപ്പിക്കണം.